കല്യാണ വീട്ടിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ക്യാമറമാൻ അടുത്തോട്ട് വരുമ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതി കംപ്ലീറ്റ്ലി മാറാറില്ല. സെൽഫ് അവയർനെസ് കൊണ്ട് എന്താണ് മാറ്റം ഉണ്ടാവാന്ന് സംശയമുള്ളവർക്കാണ് കേട്ടോ. ലൈക്ക് നമ്മൾ മിറർ നോക്കാറുണ്ട്. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് ഫിസിക്കൽ അപ്പിയറൻസിൽ അവെയർ ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ സമയത്ത് മുഖത്ത് പാടുകളോ ആക്നെയോ കണ്ടു കഴിഞ്ഞാല് മുഖം കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റാന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. ഇതുപോലെ നമ്മളെ മൈൻഡിനെ നമ്മളൊന്ന് മിററിലൂടെ നോക്കാണ്. അപ്പൊ നമുക്ക് നമ്മുടെ തോട്ട് പാറ്റേൺസിനെ കുറിച്ചിട്ടും നമ്മളെ ലിമിറ്റേഷൻസും നമ്മളെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നമ്മളെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അതിനെ ഒബ്സർവർ എഫക്ട് എന്നാണ് പറയാം. മൈൻഡിന്റെ കേസിൽ ഹോത്തോൺ എഫക്ട് എന്ന് പറയും. വിച്ച് മീൻസ് നമ്മളൊരു കാര്യത്തിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി കംപ്ലീറ്റ്ലി മാറും എന്നുള്ളതാണ്. കല്യാണ വീട്ടിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ക്യാമറമാൻ അടുത്തോട്ട് വരുമ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതി കംപ്ലീറ്റ്ലി മാറാറില്ല. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന തോട്ട്സിനെയും പാറ്റേൺസിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം അത് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കും, അല്ലെങ്കിൽ അത് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി മാറും എന്നുള്ളതാണ്. ആൻഡ് ദർ ഇസ് എ ഡിസ്ക്ലൈമർ. നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടോ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല. ആൻഡ് റിമെമ്പർ വൺ തിങ്, ദിസ് ഈസ് ജസ്റ്റ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സെൽഫ് ഗ്രോത്ത്.